ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഗാസയിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തലിൽ ഹമാസിന്റെ തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടാകും. യുദ്ധമുനമ്പായ ഗാസയിൽ ശാന്തിക്കായുള്ള ശ്രമത്തിലാണ് ലോകം. ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥരുടെ സഹായത്തോടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ച തുടരുകയാണ്. ഇന്ന് രാത്രിയോടെയാകും അന്തിമ തീരുമാനമുണ്ടാകുക. ബന്ദികളാക്കിയവരുടെ എണ്ണം ഇസ്രായേൽ കുറച്ചതിനു പിന്നാലെ വെടിനിർത്തലിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 600 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നാണ് ഹമാസ് പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഹമാസ് നൽകിയ പട്ടികയിലുള്ള പലസ്തീനുകാർ കൊലപാതകമടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. കെയ്റോയിലെ സമാധാന ചർച്ചയിൽ നിന്ന് ഹമാസ് പിന്മാറിയാൽ ഗാസ മുനമ്പിലെ റഫ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ തുറന്നടിച്ചിരുന്നു. 1.3 ദശലക്ഷം പലസ്തീനികൾ റഫയിൽ താമസിക്കുന്നുണ്ട്. അതിനാൽ റഫയിൽ സൈനിക നടപടികളുണ്ടായാൽ അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. ഇക്കാരണങ്ങളാലെല്ലാം കെയ്റോയിലെ മധ്യസ്ഥ ചർച്ചയിലൂടെ ഗാസ മുനമ്പിൽ താൽക്കാലിക വെടിനിർത്തലുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഈ വർഷം 30 പുതിയ ഷോറൂമുകളും 5000 തൊഴിലവസരങ്ങളും മൈജി ഒരുക്കുമെന്ന്